നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശബരിമല ചർച്ചാ വിഷയമായതോടെ മണ്ഡലകാലത്ത് ബോധപൂർവമായ കുഴപ്പങ്ങൾക്കുള്ള സാധ്യത പ്രതീക്ഷിച്ച് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ശബരിമലയിൽ എന്തും സംഭവിക്കാമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതിനാൽ മികച്ച രീതിയിൽ തീർത്ഥാടനം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത പലരും ശബരിമല വികസനത്തിന് പണം മുടക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് ശബരിമല വിഷയത്തിൽ അവരെടുത്തിട്ടുള്ള ആദ്യം മുതൽ സ്വീകരിച്ചിട്ടുള്ള നയമാണ് എതിർപ്പ് ഈ BJPയോടും കോൺഗ്രസിനോടും ഉള്ളത്. ശബരിമല പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്ന ആശ്വാസത്തിലാണ് പിണറായി സർക്കാർ. ശബരിമല ആചാരം മാത്രം അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാരിനെ എതിർത്തിരുന്ന NSS വിശ്വാസകാര്യത്തിൽ സർക്കാർ ശരിയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനാൽ ശബരിമല വിഷയത്തിൽ ഇനിയൊരു വീഴ്ച ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന് പ്രത്യേക ജാഗ്രതയുണ്ടാകും. ഇനി അവിടെ ഒരു കുഴപ്പമുണ്ടാകാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കാണുന്നുണ്ട്. 19 തെരഞ്ഞെടുപ്പ് കാലം പോലെ വലിയ രാഷ്ട്രീയ ചർച്ചയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജാഗ്രതയിലാണോ? വലിയ ജാഗ്രതയിലാണ്. കാരണം ഇലക്ഷൻ ഇയർ ആണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതിനെയൊന്നും ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള അവസരമാക്കി മാറ്റരുത് എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ കാണണം, എന്ത് സംഭവിക്കാമല്ലോ. ഞങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ നല്ല രീതിയിൽ തൃപ്തിയോടുകൂടി ഭക്തന്മാർക്ക് മലയിറങ്ങി പോകുവാനുള്ള സൗകര്യം ഉണ്ടാക്കിയത്, അതുപോലെ തന്നെയാണ് നമ്മൾ. NSSന്റെ പിന്തുണ പിണറായി സർക്കാരിന് രാഷ്ട്രീയ വിജയമായതിനാൽ ആ വിശ്വാസം തകർക്കാനുള്ള രാഷ്ട്രീയ നീക്കം ഉണ്ടാകാം എന്ന വിലയിരുത്തലാണ് ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരാനിരിക്കുന്നത് മണ്ഡല തീർത്ഥാടന കാലമാണ്. ശബരിമലയിൽ ഒരു വീഴ്ചയും ഉണ്ടായിക്കൂടാ എന്ന് മാത്രമല്ല, ആചാരം സംരക്ഷിച്ചുകൊണ്ട് തീർത്ഥാടകർക്ക് മികച്ച സൗകര്യം ഒരുക്കേണ്ടതുമുണ്ട്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അവിടെ എത്തുന്ന ഭക്തരുടെ പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് സാധ്യമായി എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തി ശബരിമലയുടെ വികസനം പരിപൂർണമായി നടപ്പിലാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിന്ന് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം നേട്ടമായി ഉയർത്തിക്കാട്ടി ശബരിമല വികസനത്തിനുള്ള നടപടികൾ തുടങ്ങിയെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. ശ്രീലങ്കയിൽ നിന്ന് വന്ന, മലേഷ്യയിൽ നിന്ന് വന്ന, ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു ഭക്തരൊക്കെ തന്നെ ഇത് ഒരു DPR ആക്കി, ഈ മാസ്റ്റർ പ്ലാൻ ഇനി DPR ആക്കണം. DPR ആക്കി ഞങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അവിടെ നിന്ന് വന്ന ഭക്തരുടെ എല്ലാം അഭിപ്രായം. ചുരുക്കത്തിൽ NSSും SNDPയും LDF സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ചാ വിഷയമാക്കാനാകും LDFന്റെ ശ്രമം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ LDF ശബരിമല ചർച്ചാ വിഷയമാക്കിയിരുന്നില്ല. അടുത്ത മണ്ഡല മകരവിളക്ക് കാലം മികച്ച രീതിയിൽ നടന്നുപോയാൽ ശബരിമല ചർച്ചയാക്കാതിരിക്കാനാകും UDF BJPയും ശ്രമിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് എന്താണ് എന്ന് പ്രശാന്ത് വിശദീകരിക്കും. പ്രശാന്ത്, ഇപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ആശ്വാസത്തിന്റെ സമയമാണ്. കാരണം അയ്യപ്പ സംഗമം നടത്തി സാമുദായിക സംഘടനകളുടെയും വിശ്വാസികളുടെയും വിശ്വാസം ആർജിച്ചു. പക്ഷേ മണ്ഡലകാലത്ത് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മോശമാവുമെന്നൊരു ബോധ്യം അവരെ സംബന്ധിച്ചുണ്ട്. എന്താണ് പ്രതീക്ഷിക്കുന്നത് ദേവസ്വം ബോർഡ്? അഭിലാഷ്, സർക്കാരിനും ദേവസ്വം ബോർഡിനും ശരിക്കു പറഞ്ഞാൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം വരാനിരിക്കുന്നത് ഒരു തീക്കളി തന്നെയാണ്. ഏറ്റവും മികച്ച രീതിയിൽ ശബരിമലയിൽ തീർത്ഥാടനം നടത്തേണ്ടതുണ്ട്. അവിടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം NSS ഈ ആചാരത്തിൻ്റെ വിഷയമുയർത്തി സർക്കാരിനെ എതിർത്തവരാണ്. ഇപ്പോൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് ശബരിമല ആചാരം അവിടെ ഉറപ്പിക്കും, അല്ലെങ്കിൽ ഉറപ്പാക്കുമെന്ന സർക്കാരിൻ്റെ ഉറപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ പിന്തുണ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വശത്ത് സർക്കാർ ഇപ്പോൾ പരിപൂർണമായ പിന്തുണ NSSന്റെ SNDPയുടെയൊക്കെ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം വരുന്നത്. അങ്ങനെ വരുമ്പോൾ മറുവശത്ത് ഇതിൽ അസ്വസ്ഥരായിരിക്കുന്നത് UDFും BJPയുമാണ്. സ്വാഭാവികമായും രാഷ്ട്രീയം, ശബരിമല ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായിരിക്കുന്നു. ഒരു ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിന് എതിരാകുന്ന രീതിയിലുള്ള ശബരിമലയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക ബോർഡിനുണ്ട് എന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാകുന്നത്. കാരണം ജാഗ്രതയിലാണോ എന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ മറുപടി തീർച്ചയായും ജാഗ്രതയിലാണെന്ന് മാത്രമല്ല, വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയാണ്, എന്തും സംഭവിക്കാമല്ലോ എന്നതാണ്. അപ്പോൾ അത് ഒരു ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും എല്ലാം തന്നെ ഒരു വിലയിരുത്തൽ തന്നെയാണ്. ആ ജാഗ്രത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുന്നോട്ട് പോകുന്നത്. കാരണം എന്തെങ്കിലും ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകിയിരിക്കുന്ന അനുകൂല സാഹചര്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന ബോധ്യം സർക്കാരിനും ദേവസ്വം ബോർഡിനും ഉണ്ട്
അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ പ്രാഥമികമായി മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലുള്ള വലിയ തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങി. ഈ മാസപൂജയ്ക്കുള്ള നട അടച്ചതിന് ശേഷം ഇന്നലെയും ഇന്നുമെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയിലാണുള്ളത്. അവിടുത്തെ പ്രവർത്തനങ്ങൾ പ്രശാന്ത്, ഒന്ന് ഇപ്പോൾ പ്രശ്നങ്ങൾക്കുള്ള സാഹചര്യമില്ല, യുവതീ പ്രവേശനം ഇപ്പോൾ ആരുടെയും അജണ്ടയിലില്ല, അങ്ങനെ ഒരു പ്രശ്നത്തിന്റെയോ പ്രതിഷേധത്തിന്റെയോ സാഹചര്യമില്ല. പിന്നെ സർക്കാർ നെഗറ്റീവായി എന്തുണ്ടാകുമെന്നാണ് കരുതുന്നത്, സർക്കാരിനേക്കാൾ ദേവസ്വം ബോർഡ്? അഭിലാഷ്, കഴിഞ്ഞ മണ്ഡല തീർത്ഥാടന കാലം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷെ അതിന് മുൻപത്തെ തീർത്ഥാടന കാലത്തിൽ നമ്മൾ കണ്ടതാണ് തിരക്ക്, ക്രൗഡ് മാനേജ്മെന്റ് കാര്യത്തിൽ വലിയ പാളിച്ച ഉണ്ടായി. അത് മാനേജ് ചെയ്യേണ്ട പോലീസുകാർക്ക് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വന്ന വീഴ്ച തന്നെയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ വലിയ പ്രചരണങ്ങളും ദേവസ്വം ബോർഡിൻ്റെ നേരിടേണ്ടി വന്ന പ്രതിസന്ധിയെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് ആ പാഠം ഉൾക്കൊണ്ടാണ് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് അത് മികച്ച രീതിയിൽ മാനേജ് ചെയ്യാൻ സർക്കാർ തന്നെ തീരുമാനിക്കുകയും ശബരിമലയിൽ ഇത്തരം തിരക്ക് നിയന്ത്രിച്ച് ചുമതലയുള്ള അല്ലെങ്കിൽ അങ്ങനെ പരിചയമുള്ള ഉദ്യോഗസ്ഥരെ അവിടെ ഏൽപ്പിക്കുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാകണമെന്നില്ല, ഭക്തർക്ക് അവിടെ പ്രതിസന്ധി ഉണ്ടാകുന്ന രീതിയിൽ, ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും, സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്നതാകും. ഇപ്പോൾ പിന്തുണയ്ക്കുന്നവരെല്ലാവരും തന്നെ സർക്കാരിനെ കുറ്റം പറയുന്ന സ്ഥിതി ഉണ്ടാകും. അപ്പോൾ ഈ തീർത്ഥാടന കാലം, ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരീക്ഷണം തന്നെയാകും ഈ മണ്ഡലകാലം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജാഗ്രതയാണ് എന്ന് പറയുമ്പോഴും അതിന് ഒരു അട്ടിമറി വരെ സർക്കാർ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മുൻകൂട്ടി കാണുന്നു. കാരണം രാഷ്ട്രീയമാണ്, എല്ലാം രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ തികഞ്ഞ ജാഗ്രതയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ശബരിമലയിൽ ഇപ്പോഴത്തെ അനുകൂല സാഹചര്യം മുതലെടുത്ത് അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മറച്ചിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം രാഷ്ട്രീയ എതിരാളികളിൽ നിന്നുണ്ടാകാം എന്ന കണക്കൂട്ടലും വിലയിരുത്തലും തന്നെയാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.